എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചിന്തിക്കുവാനും അതുപോലെ പിന്തുടരാനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും പലയിടത്തും നമുക്ക് ചില മോശം അനുഭവങ്ങൾ ഉണ്ടായി എന്ന് കരുതി ഈ ജീവിതത്തോട് മടുപ്പ് തോന്നേണ്ട കാര്യമില്ല. കൂടെ നടന്ന് ചതിച്ചവരും ഒരു പാത്രത്തിൽ ഉണ്ട് ഒരു പായയിൽ കിടന്നുറങ്ങി വഞ്ചിച്ചവരും ഒക്കെ ഉണ്ടാവാം. പക്ഷെ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ ഇതിനിടയിൽ കാണാതെ തിരിച്ചറിയാതെ അവരെ ചേർത്ത് പിടിക്കാതെ പോകരുത്. അവർക്ക് നിങ്ങളുടെ വാക്കുകളും സാമീപ്യവും വിലപ്പെട്ടത് തന്നെയാണ്. അവരെ പരിഗണിക്കാതെ മുഖം തിരിക്കുന്നത് തികഞ്ഞ മണ്ടത്തരമായി മാറും. പിന്നീട് ചിന്തിക്കുമ്പോൾ അന്യരോട് കരുണയില്ലാത്ത ഹൃദയത്തിൽ ഈശ്വരകൃപ എങ്ങനെയുണ്ടാകും? എങ്ങനെ ദുഃഖങ്ങളില്ലാതാകും? ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഈശ്വരനെ ആശ്രയിച്ചാൽ ദുഃഖത്തിൽ നിന്നും മോചനം നേടുവാൻ കഴിയില്ല. ദുഃഖങ്ങൾ ഒഴിയണമെങ്കിൽ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി അവിടുത്തോട് ഭക്തിയും വിശ്വാസവും വരുവാൻ വേണ്ടി വേണം പ്രാർത്ഥിക്കുവാൻ. അങ്ങനെയായാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നിറവേറ്റിത്തരും. രാജകൊട്ടാരത്തിലിരിക്കുന്ന നിസ്സാര വസ്തുക്കളെയല്ല സ്നേഹിക്കേണ്ടത്, അദ്ദേഹത്തെ തന്നെ സ്നേഹിക്കാൻ നോക്കണം. രാജാവിനെ കൈക്കലാക്കി കിട്ടിയാൽ കൊട്ടാരത്തിലെ കലവറ മുഴുവൻ നമുക്ക് സ്വന്തമായെന്ന് വരാം. ജോലി തരണേ, വീട് തരണേ, കുട്ടിയെ തരണേ, ഇങ്ങനെയൊന്നുമല്ല നാം ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്. ഈശ്വര, നീ എനിക്ക് സ്വന്തമായി വാ എന്ന് വേണം. എന്നിലെ പ്രവൃത്തികൾ എല്ലാം ഏവർക്കും നന്മ നൽകുന്നത് ആയിരിക്കണമേ എന്നുള്ളതാക്കണം. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ നന്നായിരിക്കണം. ശർക്കരയിൽ എന്തു ചെന്ന് വീണാലും അത് മധുരമായി തീരുന്നു. അതുപോലെ ഈശ്വരൻ്റെ സാമീപ്യത്തിൽ നമുക്ക് കിട്ടുന്നത് ആനന്ദം മാത്രമാണ്. റാണിയീച്ചയെ മാത്രം പിടിച്ചാൽ മതി, മറ്റുള്ള ഈച്ചകളൊക്കെ കൂടെ പോരും. ഈശ്വരനെ ആശ്രയിച്ചാൽ ആധ്യാത്മികവും ഭൗതികവുമായ സർവ്വ നേട്ടങ്ങളും ഉണ്ടാകും. ആഗ്രഹങ്ങൾ സാധിക്കുവാൻ വേണ്ടി ഈശ്വരനെ ആശ്രയിക്കുന്നവർക്ക് അവ സഫലമായാൽ ഈശ്വരനിലൂടെയുള്ള ഭക്തിയും വിശ്വാസവും വർദ്ധിക്കും. സാധിച്ചില്ലെങ്കിലോ ഉള്ള വിശ്വാസം കൂടി നഷ്ടമാകും. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ എങ്ങനെ കഴിയും? ഒരു ഡോക്ടർ ആഗ്രഹിക്കുന്നത് എനിക്ക് ദിവസവും ധാരാളം രോഗികളെ കിട്ടണമെന്നാണ്. അതിനുവേണ്ടി സദാ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. രോഗികളെ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഈശ്വരനിലുള്ള വിശ്വാസം നഷ്ടമാകില്ലേ? അതേസമയം രോഗികളുടെ പ്രാർത്ഥന, ഈശ്വര, ഞങ്ങളെ ഇനിയും രോഗികളാക്കരുതേ, ഞങ്ങൾക്കുള്ള രോഗങ്ങൾ തീർത്തു തരണേ എന്നാണ്. ഒരാൾ ശവം കൊണ്ടുവരുവാനായി ഒരു വണ്ടി വാങ്ങി. ദിവസവും അയാളുടെ പ്രാർത്ഥന മുടക്കം കൂടാതെ ശവം കിട്ടണേ എന്നാണ്. ശവപ്പെട്ടി വിൽപ്പനക്കാരൻ്റെ പ്രാർത്ഥനയും അതുതന്നെ. അതേസമയം ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥനയോ ഒരിക്കലും മരിക്കില്ലേ എന്നുമാണ്. എങ്ങനെ ഇരു കൂട്ടരുടെയും ആഗ്രഹം ഒരേ സമയം സാധിച്ചു കൊടുക്കുവാനും കഴിയും? ഒരു വക്കീല് ദിവസവും കേസ് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ജനങ്ങളുടെ പ്രാർത്ഥന കേസിലൊന്നും ചെന്ന് പെടല്ലേ എന്നാണ്. ഇതുപോലെ അനേകം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഒരേപോലെ സാധിച്ചു കിട്ടുക പ്രയാസമാണ്. വൈരുദ്ധ്യം നിറഞ്ഞ ഈ ലോകത്തിൽ സംതൃപ്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ പ്രയാസമില്ല. ആധ്യാത്മിക തത്വങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചാൽ മതി. എല്ലാവരും വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അത് എന്തു തന്നെയായാലും, ഭഗവാന്റെ നാമങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തുമാകാം, എന്തു തന്നെയായാലും രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇനിയുമുള്ള ഓരോ വീഡിയോകളും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.